നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ്. ഗ്രീക്ക് ഇതിഹാസമാണ്. ഗ്രീക്കിലെ രാജാവായ അർത്തേമിയസിൻ്റെ ഭരണകാലത്ത് അവിടെ വലിയൊരു വരൾച്ചയുണ്ടായി. അപ്പം അദ്ദേഹം തൻ്റെ പ്രധാന പുരോഹിതനായ ഡെൽഫിയോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണമെന്ന് പറഞ്ഞു. ഡെൽഫി ആലോചിച്ചിട്ട് എന്ത് പ്രതിവിധി ചെയ്താലും സംഭവം മാറണം, മാറിയില്ലെങ്കിൽ തൻ്റെ കാര്യത്തിലൊരു പ്രതിവിധിയാകും. അപ്പോൾ പുള്ളി ആലോചിച്ചിട്ട് നടപ്പാക്കാൻ പറ്റാത്ത ഒരു പ്രതിവിധി പറഞ്ഞാൽ മാത്രമേ ഒരു തീരുമാനമാകത്തുള്ളൂ. പുള്ളി അതെന്ത് പറഞ്ഞു, അർത്തേമിസിനോട് പറഞ്ഞു, അപ്പോളോദേവന് കലിപ്പാണ്. അപ്പോളോദേവൻ പറയുന്നത് നിൻ്റെ മകനെ ബലി കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏതായാലും മകനെ ബലി കൊടുക്കുകയെന്ന് പുള്ളിക്കറിയാം. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അർത്തേമിസ് പറഞ്ഞു, എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പിറ്റേ ദിവസം ഒരു കെട്ട് വിറകെടുത്ത് മകൻ്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു വാടാന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് ലാഫിസ്റ്റോൺ എന്ന് പറയപ്പെടുന്ന ഒരു മലയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് പുള്ളിയെ ബലി കൊടുക്കാനായിട്ട് തുടങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്കും വിറകൊക്കെ അടിക്കി വെച്ച് മകനെ പിടിച്ച് അതിനെ മുകളിൽ കിടത്തി. അപ്പോൾ അപ്പുറത്തുനിന്ന് പറഞ്ഞു അർത്തേമിസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അർത്തേമിസ് നോക്കും, ആരും കാണുന്നില്ല. രണ്ടാമതും പറഞ്ഞു അർത്തേമിസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അന്നേരം ആരും കണ്ടില്ല. പിന്നെയും പുള്ളി കത്തിയെടുത്തു. അന്നേരം പറഞ്ഞു അർത്തേമിസ് നീ ചെയ്യരുത്, പകരം നീ ഇതാണ്ട് അവിടെ ഒരു ആട് കിടപ്പുണ്ട്, ആ ആടിനെ കൊന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അർത്തേമിസ് മകനെ അഴിച്ചു വിട്ടിട്ട് ആടിനെ പിടിക്കാൻ പോയപ്പം ആട് രൂപം മാറി വന്ന സിയൂസ് ദേവനായിരുന്നു. ആ സിയൂസ് ദേവൻ പ്രിക്സ്യൂസിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. ഇതാണ് കഥ. ഇനി ഇതേ കഥ തന്നെ ഇസ്ലാമിൽ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് പറയുന്നു, ഈ അവിടെ ചെന്ന് കഴിയുമ്പം ചെയ്യരുത്, ഇബ്രാഹിം നീ അത് ചെയ്യരുത് എന്ന് പറയുന്നത് ആരാണ്? ഇബിലീസാണ്. ഇബിലീസ് പറയുന്നു നീ അത് ചെയ്യരുതെന്ന് പറയുന്നു. അപ്പോൾ പോടാന്ന് പറഞ്ഞ് ഇബിലീസിനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്നു. ഇബിലീസ് പോയി മാറി ഇരുന്നിട്ട് വീണ്ടും ഇവനെ കൊല്ലാൻ തുടങ്ങുന്ന കാണുമ്പോൾ പറയുന്നു ചെയ്യരുതെന്ന് പറയുന്നു. അപ്പം ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ മക്കയിൽ ഈ ഒരു കല്ലെറിയൽ എന്ന് പറയുന്ന പരിപാടിയുണ്ട്, ഇബിലീസിനെ കല്ലെറിയൽ. അത് ഈ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്.